രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിനൊപ്പമില്ല. രണ്ട് പീഡന പരാതി ഒന്നൊന്നായി എത്തിയതോടെ മറ്റ് നിവൃത്തികളില്ലാതെ രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സംശയം രേഖപ്പെടുത്തിയിരുന്നു. പരാതി വ്യാജമാണോ ഇല്ലയോ എന്നല്ല, പീഡിപ്പിച്ചുവെന്ന് യുവതി നൽകിയ മൊഴിയിൽ പറയുന്ന ദിവസത്തിന് ശേഷവും ഈ ബന്ധം തുടർന്നതായി കോടതി കണ്ടെത്തി. തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് യുവതി പരാതി പറഞ്ഞതിന് ശേഷവും എന്തിന് ഈ സൗഹൃദം തുടർന്നു എന്നാണ് കോടതി ചോദിച്ചത്. ഇതോടെ ഈ കേസ് തള്ളിപ്പോകുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ആദ്യം നൽകിയ പരാതിയിൽ പറഞ്ഞ ചില മൊഴികൾ വസ്തുതാവിരുദ്ധമാണെന്ന തെളിവുകളും കോടതിയിൽ എത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. ഇതോടെ രാഹുലിനെതിരെ ഉയർന്ന രണ്ട് ആരോപണങ്ങളും തള്ളിപ്പോകുമെന്ന് ഉറപ്പാണ്. ഇത് തിരിച്ചറിയുന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പരാതി വ്യാജമാണെന്ന് പറയുന്നുണ്ട്. പരാതി മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷമാണ് യുവതി തനിക്ക് ഇമെയിലായി പരാതി അയച്ചത്. അതിന് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ട്. അതിന്റെ ഉദ്ദേശം അറിയാമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോടായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇക്കഴിഞ്ഞ ഡിസംബർ 2-നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി ഉയരുന്നത്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന 23-കാരിയായ യുവതിയായിരുന്നു പരാതിയുമായി രംഗത്തെത്തിയത്. രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാട് KPCC പ്രസിഡന്റിൽ നിന്നുണ്ടായിരിക്കുന്നത്. പാലക്കാട് അടക്കം കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോഴാണ് KPCC പ്രസിഡന്റ് രാഹുലിനെ അനുകൂലിച്ചത്. ഇതിനു പിന്നാലെ രാഹുൽ ഉടൻ പാലക്കാട് എത്തുമെന്നും ഉറപ്പായിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി MP, പ്രിയങ്ക ഗാന്ധി MP എന്നിവർക്കായിരുന്നു യുവതി പരാതി നൽകിയത്. രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. വിവാഹ വാഗ്ദാനം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതായി യുവതി ആരോപിച്ചിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതിയിൽ സംശയമുണ്ടെന്ന് കോടതി കൂടി കട്ടായം പറഞ്ഞതോടെ കേസുകൾ തള്ളുമെന്നും ഉറപ്പായിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ ഇവിടെ ചേർക്കുന്നുണ്ട്, കേട്ടുനോക്കാം. ഭരണകക്ഷി നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ജയിലിൽ കടക്കുന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാർക്കെതിരെ പാർട്ടി ചെറിയ ഒരു അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അവരെ സംരക്ഷണ കവചമൊരുക്കി അവരെ രക്ഷിക്കുകയാണ് ഗവൺമെൻറ്റും പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രതികളുണ്ട്, ഉന്നതന്മാർ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമായ പരാമർശനം നടത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പിനിടയിൽ അന്വേഷണം ആരോപിച്ചിരിക്കുകയാണ്. നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തിരികെ പിടിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങൾ ഇതിൽ വലിയ പ്രതിഷേധമുള്ളവരാണ്. വിലക്കയറ്റം, കാർഷിക മേഖലയുടെ തകർച്ച, തൊഴിലില്ലായ്മ, അക്രമ രാഷ്ട്രീയം, വന്യമൃഗശല്യം, തീരദേശ മേഖലയുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇതെല്ലാം തന്നെ അഴിമതി, ഇതെല്ലാം തന്നെ ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ്. ഇതെല്ലാം ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇതിലെല്ലാം ശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഹൈക്കോടതി തന്നെയാണ് അതിന് വ്യക്തമായ സൂചന നൽകിയത്. കൂടുതൽ ഉന്നതന്മാർ ഇതിൽ പ്രതികളാണ് എന്ന് കേരള ഹൈക്കോടതി പറയുന്നു. നമുക്കറിയാം, ജയിൽ കിടക്കുന്ന പത്മകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ മുൻ മന്ത്രി ഉണ്ട് എന്ന് മാധ്യമങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല, ആ മുൻമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടില്ല. പ്രതികളാക്കേണ്ടവരെ രക്ഷിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്നത്. പാർട്ടി നടപടി സ്വീകരിക്കാൻ ഭയപ്പെടുന്നത് പാർട്ടിക്കാരായ നേതാക്കന്മാർ ഉൾപ്പെട്ട അവരുടെ പേരിൽ, പ്രതികളുടെ പേരിൽ, നിലവിൽ പ്രതികളാക്കപ്പെട്ടവരുടെ പേരിൽ നടപടിയെടുത്താൽ അവർ കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് പറയും, കൂടുതൽ നേതാക്കന്മാർ അതുവഴി പിടിക്കപ്പെടും എന്ന വലിയ ഭയത്തിലാണ് CPM ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടവരെ പോലും സംരക്ഷിക്കുന്നത്. പാർട്ടി നടപടി എടുത്തിട്ടില്ല. അത് വളരെ ഗൗരവത്തിൽ കാണുന്ന വിഷയം തന്നെയാണ്. ജനങ്ങൾക്കതിൽ പ്രതിഷേധവും ഉത്കണ്ഠയുണ്ട്. UDF വലിയ പ്രചാരണം നടത്തി തെരഞ്ഞെടുപ്പ് നേരിട്ട് രണ്ടാം ഘട്ടത്തിൽ തൊട്ട് മുൻപാണ് ഈ ശശി തരൂരിന്റെ വീർ സവർക്കർ അവാർഡും ഒപ്പം തന്നെ നടിയാക്രമിച്ച കേസിൽ UDF കൺവീനറുടെ ഭാഗത്തുനിന്ന് പ്രസ്ഥാനം ഇത് ഏതെങ്കിലും രീതിയിൽ പ്രതിരോധത്തിലാക്കി അത് രണ്ടും അവർ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അടൂർ പ്രകാശിൻ്റെ ആ ഒരു പരാമർശനം വന്നപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞു. മറ്റ് പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കന്മാരും പറഞ്ഞു. അടൂർ പ്രകാശ് തന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ നിലപാടല്ല പാർട്ടി നിലപാട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അദ്ദേഹം കറക്ഷൻ വരുത്തി. ഒന്ന് ചില ദുർവ്യാഖ്യാനം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അതിന് അദ്ദേഹം വളരെ കൃത്യമായി പാർട്ടി ലൈനിലേക്ക് അദ്ദേഹം
നിലപാട് ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കേസിലും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും. ആ രണ്ടാമത്തെ പരാതിയിൽ താങ്കൾ ഒരു ദുരുദ്ദേശം അല്ലെങ്കിൽ അതിനകത്തൊരു വെൽ ഡ്രാഫ്റ്റഡ് ആണ് എന്ന് താങ്കൾ പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. ആ പരാതി എൻ്റെ മുമ്പിലുണ്ട്, മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയും വിലയിരുത്താം. അതിനെ ഞാനത് പറയുന്നില്ല. അത് ആളുകൾക്ക് നന്നായിട്ട് അറിയും. ആ പരാതി എന്തിനാണ് എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ. എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യം? എന്തായിരുന്നു? ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടതെന്ന്. പക്ഷേ എനിക്ക് അയച്ചു. ഞാൻ ഫയലുകൾ കണ്ടിട്ടില്ല. കോടതി വിധി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ജനങ്ങൾ വിലയിരുത്തും. കോടതി വിധി അല്ല, ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ. ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ആണെങ്കിൽ പോലും അതിലെ ലീഗലായിട്ടുള്ള എതിർവശങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും കോടതി വിലയിരുത്തിയിട്ട് ഞാൻ ആ ഓർഡറും വായിച്ചു. അതെനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ ഇന്നലത്തെ കണ്ണൂരിലെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു, കണ്ണൂരിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഹൈക്കോടതിയിൽ പോയി സംരക്ഷണം ആവശ്യപ്പെടുന്നത്. കണ്ണൂരിലാണ് പ്രശ്ന സാധ്യത ബൂത്തുകൾ ഏറെയുള്ളത്. എന്താണത്? കേരള ഹൈക്കോടതി പറഞ്ഞത് ഇവിടുത്തെ ഭരണാധികാരികളുടെയും CPM നേതാക്കന്മാരുടെയും കണ്ണു തുറപ്പിക്കണം. ആശങ്കയിലാണ് ജനങ്ങൾ. സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുമോ? സ്ഥാനാർത്ഥികൾ തന്നെ ഹൈക്കോടതി പോവുകയാണ്. എത്രയോ ചെലവേറിയതാണ് ഒരു ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ. എത്രയോ സമയമെടുക്കും. സ്ഥാനാർത്ഥികൾ തന്നെ നേരിട്ട് പോവുകയാണ്, വക്കീലന്മാരെ ഏൽപ്പിക്കുകയാണ്. അവർ വിധിയുമായിട്ട് പോലീസിനെ കാണുകയാണ്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കാണുക. നീതിക്ക് വേണ്ടിയാണ്. ജനാധിപത്യ പ്രക്രിയയിലെ പരമപ്രധാനമാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നീതിപൂർവമാകാൻ, ഒരാൾക്കൊരു വോട്ട് ചെയ്യാൻ, ഒരാൾ ഒരു വോട്ട് മാത്രം ചെയ്യാൻ, കള്ളവോട്ടുകൾ തടയാൻ, അക്രമങ്ങൾ തടയാൻ സംവിധാനങ്ങൾക്ക് സാധിക്കണം, അധികാരികൾക്ക് സാധിക്കണം, പോലീസിന് സാധിക്കണം, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കണം. അത് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. അക്കാര്യത്തിൽ കണ്ണൂരിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയേറെ പരാതി ഹൈക്കോടതിയിൽ പോയത്. ബെഞ്ച് ഓഫ് പെറ്റീഷൻസ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഹർജികളുടെ ഒരു വലിയ ബണ്ടിൽ തന്നെയാണ്, കെട്ട് തന്നെയാണ് ഹൈക്കോടതി മുമ്പിലെത്തിയത്. അതിലെല്ലാം വ്യക്തമായ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. ആ വിധി, ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ്. പാലിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യമല്ല. വൻ വിജയമാണ്. ജനകീയ മുന്നേറ്റം സർക്കാരിനെതിരെ ഉണ്ടാകും. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഒരു ആവർത്തനമായിരിക്കും. താങ്ക് യു ഓൾ. വീട്ടിൽ വന്നാൽ ചായ തരാം.